ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ ഞങ്ങൾ ചിറാപുഞ്ചിയിലത്തെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ തിരിച്ച് മേഘാലയയിലേക്ക് പോവാണ്. അങ്ങനെ മേഘാലയയിൽ നിന്ന് പിന്നെ ഷില്ലോങ്ങിൽ നിന്ന് ഗുവാഹട്ടി, അത് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ നാട്ടിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ഇനി അധികം വീഡിയോ ഒന്നുമില്ല, ഇനി 1-2 വീഡിയോ കൂടി ഉള്ളൂ. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കനിയോൺ ഉണ്ട്, ലൈറ്റ് ലൂം കനിയോൺ എന്ന് പറഞ്ഞിട്ട്, ലൈറ്റ് ലൂം കനിയോൺ. അതൊന്ന് കാണാൻ വേണ്ടി പോവാണ്. പക്ഷേ അവിടെ ഫുള്ള് മഞ്ഞാണെന്നാണ് പറഞ്ഞത്, കോട. കാണാൻ പറ്റുമെങ്കിൽ കാണാം, അല്ലെങ്കിൽ അവിടെയുള്ള ചുറ്റുപാടൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് പോരാം. അങ്ങനെ അത് വിചാരിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ഥലം കൂടി കാണാനുണ്ട് ഇവിടെ അടുത്ത് തന്നെ. അത് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ പിന്നെ ഷില്ലോങ്ങിലേക്ക് തന്നെ പോണ്. ഇന്ന് നൈറ്റ് ഷില്ലോങ്ങിൽ സ്റ്റേ ചെയ്തിട്ട് പിന്നെ ഷില്ലോങ്ങിൽ നാളെ രാവിലെ ഞങ്ങൾ ഗുവാഹട്ടിക്ക് പോകും. പിന്നെ നാളെ ഞങ്ങൾക്ക് ഈവനിങ് ആണ് ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ഗുവാഹട്ടിയിൽ നിന്ന് കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ. ഇപ്പോൾ അതാ കാനിയോൺ കാണാൻ പോയടുത്തുള്ള സ്ഥലം ഇതാണ് കാണുന്നത്. അവിടെ ഈ കടകൾ പോലെയൊക്കെ വെച്ചിട്ട് ചോളവും ചെറിയ ചെറിയ സ്നാക്സൊക്കെ വെച്ചിട്ട് ആൾക്കാർ രാവിലെ ഭയങ്കര തണുപ്പാണ് അവിടെ. പിന്നെ എന്തോ മമ്മൂസ് എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് കടകളൊക്കെ കാലിയാണ്. അവിടെയൊക്കെ ചിലപ്പോൾ ഈവനിങ് ആകുമ്പോൾ ചിലപ്പോൾ എല്ലാ കടകളൊക്കെ വരുമെന്നാണ്. ഇതിപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെയാണ് പോയേക്കണേ. അപ്പോൾ അവിടെ കാണുന്നതാണ്, ഇത് കണ്ടില്ലേ, ചോളം ഒക്കെ ചുട്ട് കൊടുക്കാനായിട്ടൊരു വണ്ടി, അതിൽ വെച്ചിട്ട് വലിച്ചിട്ട് നടന്ന് കൊടുക്കുകയാണ്. അതിനുള്ള സെറ്റപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ കനിയോൺ കാണാൻ വേണ്ടി ഞങ്ങൾ വന്ന സ്ഥലമാണ് ഇതൊക്കെ. അപ്പോൾ അവിടെ കാണുന്ന കാഴ്ചകളാണിത്. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ കനിയോൺ ഞങ്ങൾ കാണുമ്പോൾ നിങ്ങളും കണ്ട് ആസ്വദിക്കുക. അതോടൊപ്പം നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഇതേത് കണ്ടില്ല, കുതിരപ്പുറത്തൊക്കെ ആൾക്കാർ നടക്കണം, കുതിരകളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ കുതിരപ്പുറത്ത് നമുക്ക് വേണമെങ്കിൽ കയറി റൈഡ് ചെയ്യാം. 200 രൂപ എന്നൊക്കെയാണ് പറഞ്ഞ് ചോദിച്ചപ്പോൾ. പിന്നെ ഒരു ബാർഗൈൻ ചെയ്താൽ കുറച്ചൊക്കെ തരുമെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതൊന്ന് കണ്ടു കഴിഞ്ഞിട്ട് വേണം ഒന്ന് കുതിര സവാരിയൊക്കെ നടത്താൻ. ഞാൻ കയറില്ല, ചിലപ്പോൾ നമ്മുടെ ചിലപ്പോൾ ഒന്ന് കുതിരയുടെ പുറത്ത് റൗണ്ട് അടിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നോക്കട്ടെ. ഇതേ കുതിരകളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് ചെറിയ കുതിര കുട്ടിയാണിത്, കുതിരയുടെ കുട്ടി ഉണ്ടല്ലേ, ചെറുതാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതേ ദൂരത്ത് കുറേ കുതിരകൾ കിടന്ന് നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ ചെറിയ ചെറിയ പിള്ളേരാണ് ഈ കുതിരേനെ കൊണ്ട് നടക്കുന്നത്. ചില കുതിര കണ്ടു കഴിഞ്ഞാൽ കഴുത കുതിര, കോവർ കഴുത എന്നൊക്കെ പറഞ്ഞാൽ വരും. കുതിരയാണോ കഴുതയാണെന്ന് കണ്ടാൽ മനസ്സിലാവില്ല, അങ്ങനത്തെ കുതിരകളാണ്. അപ്പോൾ ഇതാണ് കേട്ടോ, ഇതേ കിടന്ന് നടക്കുന്നുണ്ടില്ല. കുറേ കുതിരകൾ അവിടെ ഇവിടെയൊക്കെ ദൂരത്തൊക്കെ കിടന്ന് നടക്കുന്നുണ്ട്. ഇവിടെ ആൾക്കാർ ടൂറിസ്റ്റുകൾ വരുമ്പോൾ അതിൻ്റെ പുറത്തൊക്കെ കയറി ഒന്ന് റൗണ്ട് അടിക്കുമേ. അപ്പോൾ അതിനാണ് കൊണ്ട് നടക്കണം. ചെറിയ പിള്ളേരെയും കൊണ്ട് നടക്കുന്നുണ്ട് കുതിരകളാണ് കേട്ടോ. ചെറിയ പിള്ളേരുണ്ട്, വലിയ ഇതേ കിടന്ന് റൗണ്ട് അടിക്കുന്നുണ്ട്. അത് അവരാണ് കേട്ടോ. അവർ ഭയങ്കര റൈഡേഴ്സാണ്, ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ഓടിച്ചിട്ട് പോകണമൊക്കെ. അപ്പോൾ നമ്മൾ കനിയോണൊന്ന് കാണാം. ഭയങ്കര കോടയാണ് കേട്ടോ, മഞ്ഞ് ഭയങ്കരമായിട്ട്. കാലത്തൊക്കെ തന്നെ ഭയങ്കര തണുപ്പാണ്. ഇതേ കണ്ടില്ലേ, ചെറിയ ചെറിയ ആൾക്കാർ പിള്ളേരൊക്കെയാണ് കുതിരയുടെ ഇതൊക്കെ പിടിച്ചിട്ട് നടക്കുന്നത് കേട്ടോ. ഇതേ കൊണ്ട് നടക്കണുണ്ടല്ലേ. അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ ആൾക്കാർ, നമ്മൾ ഫസ്റ്റ് തന്നെ അവിടെ എത്തി. ഇത് പിന്നെ ഫ്രീ ആണ് കേട്ടോ, കണ്ടില്ലേ, ലൈറ്റ് ലൂം കനിയോൺ എന്നാണ് ഈ കനിയോണിൻ്റെ പേര്, ലൈറ്റ് ലൂം കനിയോൺ. ഇവിടെയൊക്കെ താമസിക്കുന്ന ട്രൈബ്സാണ് കേട്ടോ. അത് കണ്ടില്ലേ, ഇതാണ് കനിയോൺ എന്ന് പറയുന്നത്. ഭയങ്കര ഡീപ്പായിട്ടാണ്, താഴ്ചയിലാണ്. പക്ഷേ ഈ കോട കാരണം താഴ്ത്തലൊന്നും കാണാൻ പറ്റണില്ല. കുറച്ച് വെയിൽ വന്നു കഴിഞ്ഞാൽ കാണുമെന്ന് പറഞ്ഞിട്ട്, പക്ഷേ വെയിൽ ഇന്ന് വരുമെന്ന് നമുക്കറിയില്ലല്ലോ. നമ്മൾ വന്ന സമയത്തുള്ള സീനാണിത്. കാറ്റത്തിങ്ങനെ പുക പോലെ ഇങ്ങനെ മഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ചിങ്ങനെ കാറ്റത്തേക്ക് മഞ്ഞ് മാറിക്കഴിയുമ്പോൾ നോക്കിയപ്പോൾ കുറേശ്ശെ താഴത്തുള്ള ഇതൊക്കെ കാണാനുണ്ട്, വീടുകളും അതും ഇതൊക്കെ ഉണ്ട് അവിടെയൊക്കെ. ഭയങ്കര താഴ്ചയിലാണ്. കാറ്റെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കാറ്റാണ് കേട്ടോ, ഭയങ്കര കാറ്റാണ്, തണുപ്പും. ഇഷ്ടംമാതിരി ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. ഈ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ഇഷ്ടംമാതിരി ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ. കുറേ ഹിന്ദിക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടുതൽ നമ്മളും നമ്മുടെ ഫാമിലിയൊക്കെ. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മളുടെ നോർത്ത് ഈസ്റ്റ് ട്രിപ്പ് കഴിയാറായി. അപ്പോൾ അവസാനത്തെ ഓരോ കാഴ്ചകളാണ് ഇന്ന് 2 സ്ഥലത്ത് പോകുന്നുണ്ട്. ഇന്ന് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇനി ഒരു സ്ഥലത്ത് പോകുന്നുണ്ട്, ഒരു ചെറിയൊരു സ്ഥലമുണ്ട്. അത് കണ്ടിട്ട് പിന്നെ ഇവിടുന്ന് 300 കിലോമീറ്റർ ഉണ്ട് ഷില്ലോങ്ങിലേക്ക്. അപ്പോൾ ഇന്ന് ഫുള്ള് ട്രാവലിംഗാണ്. അതിൻ്റെ ഒപ്പം ഇതൊന്ന് കണ്ട് നിങ്ങൾക്ക് കണ്ട് ആസ്വദിക്കാം. ഒന്നും താഴ്ചയിലൊന്നും കാണാനില്ല കേട്ടോ, ഭയങ്കര താഴ്ച എന്ന് ഞാൻ പറഞ്ഞില്ലേ. ആ മഞ്ഞൊക്കെ കോടയൊക്കെ ഒന്ന് പോയാലേ താഴ്ത്തുള്ളതൊക്കെ ഒന്ന് കാണാൻ പറ്റുള്ളൂ. പിന്നെ അത്ര അടുത്ത് പോയി തെറ്റത്ത് പോയി നോക്കാനും ഇല്ല. അവിടെ മറ്റേ ഒരു കൈപ്പിടി ഉണ്ടാക്കിയിട്ടുണ്ട്, ആൾക്കാർ അപ്പുറത്തേക്ക് കിടക്കാണ്ട് നിൽക്കാൻ വേണ്ടി. ഇത് കണ്ടില്ലേ, കാറ്റത്ത് പോണ കോട അങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട, പുക പോലെ. നല്ലൊരു സീനറിയാണ് കേട്ടോ, കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു കൗതുകമായിട്ടുള്ളൊരു കാഴ്ചയാണ്. കാറ്റെന്ന് പറഞ്ഞാൽ അതുമാതിരി കാറ്റാണ് കേട്ടോ, ചിന്തിക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല അവിടെ. അത്ര തണുപ്പും ഭയങ്കര കാറ്റുമാണ്. ഈ കൈപ്പിടി ഇങ്ങനെ കെട്ടിയേക്കണ കാരണം പിന്നെ അപ്പുറത്തേക്കൊന്നും ആൾക്കാർ പോവില്ല. പിന്നെ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ അതിനൊക്കെ ചാരി നിന്നൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നോക്കണം, അല്ലെങ്കിൽ ഒന്ന് അനീക്കാൻ ഞങ്ങൾ താഴ്ത്തിട്ട് പോയി കഴിഞ്ഞു. പിന്നെ പൊടി പോലും കിട്ടില്ല, അത്ര താഴ്ചയാണ്.
അപ്പോൾ ഇതാണ് ലൈറ്റ് ലോങ് കെനിയോൺ എന്ന് പറഞ്ഞ ഈ സ്ഥലം. ഇതും നമ്മുടെ പാക്കേജിലുള്ളൊരു സ്ഥലമാണ്. അത് കാരണം പിന്നെ അതും കാണാം. നമ്മുടെ പാക്കേജിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ കണ്ടിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. സമയമുണ്ട്. നാളെ ഞങ്ങൾക്ക് വൈകുന്നേരമാണ് ഗുവാഹട്ടിയിൽ നിന്ന് ഫ്ലൈറ്റ്. ഇന്ന് ഷില്ലോങ്ങിൽ പോയി സ്റ്റേ ചെയ്തിട്ട് ഷില്ലോങ്ങിൽ നാളെ രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങും ഗുവാഹട്ടിയിലേക്ക്. ഗുവാഹട്ടിയിലേക്ക് ഷില്ലോങ്ങിൽ നിന്ന് ഒരു 2 hours അങ്ങോട്ട് ട്രാവലിംഗ് ഉള്ളൂ കേട്ടോ. ഒരു 100-150 കിലോമീറ്റർ 150 കിലോമീറ്റർ അങ്ങോട്ട് ഉള്ളൂ. അത് നമ്മുടെ ആൾക്കാരൊക്കെ കൂടി ഉണ്ട്. വേറെ അതേപോലെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അടുത്തേക്ക് പോയി അങ്ങനെ എത്തിച്ച് നോക്കി കഴിഞ്ഞാൽ പേടിയാവും. അങ്ങനത്തെ സ്ഥലമാണ്. അപ്പോൾ ആ കൈപ്പിടിയിൽ അവിടെ ഒന്നിങ്ങനെ നോക്കാം. ഉണ്ടല്ലോ ഫുള്ള് പുക പോലെ കാണും. ഫുള്ള് കോടയാണ് കേട്ടോ. ഭയങ്കര മഞ്ഞാണ്. നല്ല തണുപ്പും. അത് കാരണം ഒന്നും വിസിബിളായിട്ട് ശരിക്കും കാണാനില്ലൊന്നും. ഉണ്ടല്ലേ കുറേശ്ശെ ഇങ്ങനെ കാട്ടത്തി മഞ്ഞ് പോയി കഴിയുമ്പോൾ കുറേശ്ശെ ഇങ്ങനെ തെളിഞ്ഞു പോലുണ്ട്. അപ്പോഴേക്കും പിന്നെയും മഞ്ഞ് വന്ന് മൂടും. ഉണ്ടല്ലേ താഴത്തോട്ട് കുറേശ്ശെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും പിന്നെയും കാറ്റ് വരുമ്പോൾ മഞ്ഞ് പിന്നെയും വരും. അത് ഫുള്ള് കവറാവും. അങ്ങനെ ഞങ്ങൾ പിന്നെ അധികം നേരം അവിടെ നിന്ന് ടൈം വേസ്റ്റ് ചെയ്തില്ല കേട്ടോ. ഇത്ര ഇത് കാണാനുള്ളൂ. പിന്നെ ഒരു ചെറിയ കുതിര സവാരിയും അത്രേ ഉള്ളൂ ഇവിടുത്തെ. അതിഷ്ടമുള്ളവർക്ക് സവാരി ചെയ്യാം. അത് അവർ 200 രൂപ 150 രൂപ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ കണ്ടില്ലേ ഡ്രൈവർമാരൊക്കെ എത്ര ചെറിയ ആൾക്കാരാന്ന് നോക്ക്. ഇതേ അടുത്ത 25 ചാടിക്കറി കിടന്നിട്ടൊക്കെയാണ് പോണം. ഈ കുതിരയുടെ ജോക്കി ഇവനാണ്. ഞങ്ങളപ്പോൾ ഇവൻ്റെ അടുത്താണ് സംസാരിക്കണം. എന്തെങ്കിലും കുറയ്ക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുകയാണ്. ഇവന് 200 രൂപ പറഞ്ഞു. പിന്നെ അത് സംസാരിച്ച് ചെറിയൊരു റൗണ്ട് മതി എന്ന് പറഞ്ഞു ഇവിടെ മാത്രം. എന്നിട്ടാണ് സംസാരിച്ച് ഒരു 50 രൂപയ്ക്ക് റൗണ്ടാക്കി. ഇപ്പോൾ വൈഫ് ഒന്ന് ചെറുതായിട്ട് റൗണ്ട് അടിക്കാമെന്ന് പറഞ്ഞ് കയറിയതാണ്. ഇത് കുതിരയല്ല കഴുതയില്ലാത്ത പോലത്തെ ഒരു സാധനമാണ് ഉണ്ട്. എന്നിട്ട് പിന്നെ അവനെ കൊണ്ട് പറ്റാണ്ടായപ്പോൾ ഇതേ വേറെ വലിയ ആൾ വന്നു, ജോക്കി വന്ന് അങ്ങോട്ടാണ് പിടിച്ച് നടക്കണേ. നമ്മുടെ ആൾക്കാർ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കണ്ട കേട്ടോ. ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കുഴപ്പമില്ല. ഞങ്ങളൊന്നും കയറിയില്ല, അവരും കയറിയില്ല. ചെറിയൊരു റൗണ്ട് മതി കൊണ്ട് ഒരു 50 രൂപ കൊടുത്തിട്ട് അങ്ങനെ ഒരു ചെറിയൊരു റൗണ്ട് അവിടെ നിന്ന് ഒരു റൗണ്ട് അടിച്ചിട്ട് ഇറങ്ങാനായിട്ടാണ്. അത്രേ ഉള്ളൂ. കണ്ടില്ല അത് കഴിഞ്ഞിട്ടാ. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ കുറച്ച് സ്ഥലമുണ്ട്. ഇങ്ങനെ നടന്നു പോയിട്ട് നോക്കാനുള്ളൊരു സ്ഥലം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സെൽഫി എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നേരെ അങ്ങോട്ട് നടന്നു പോയി കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ഡീപ്പായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ എന്താണെന്ന് നോക്കാൻ വേണ്ടി നമ്മളൊന്ന് വെറുതെ പോയതാണ്. അവിടെ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, അപ്പോൾ എല്ലാം ഒന്ന് നോക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഇത് അപ്പുറത്തെ സൈഡിൽ ഫെൻസൊക്കെ വെച്ച് അവർ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലായിടത്തും ഈ കൈപ്പിടി ഉണ്ടാക്കിയിട്ടുണ്ടാകും. കാരണം പിന്നെ അങ്ങോട്ട് വീഴാണ്ടിരിക്കാനായിട്ടുള്ള ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് അങ്ങനെ ചെയ്ത് വെച്ചേക്കണേ. പിന്നെ ഈ സെൽഫിയൊക്കെ എടുക്കരുത് ഇവിടെ വന്നു കൊണ്ട് ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അവർ വേണ്ട വിധത്തിലുള്ള ഇൻസ്ട്രക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനുള്ള ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ചിലവരൊക്കെ എന്തെങ്കിലുമൊക്കെ ഓവർ ഇത് കാണിച്ചിട്ടൊക്കെയാണ് ചില ആൾക്കാർ പോയി വീഴുന്നതും അപകടങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ സ്ഥലത്തൊക്കെ വരുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി സൂക്ഷിച്ച് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഒരു അപകടം ഇല്ലാണ്ട് നന്നായി തിരിച്ചു പോകാം. കണ്ടില്ല ഇതും ഭയങ്കര താഴ്ചയാണ് കേട്ടോ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഒന്നും കാണാനില്ല. ഭയങ്കര മഞ്ഞ് മൂടി കിടക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോരുകയാണ്. അതുപോലെ താഴത്തേക്ക് പോലെ ഇറങ്ങണോട് കേട്ടോ. അവിടെ തിരിച്ച് കയറി പോരുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പരിപാടി ഏതായാലും ഇത് കഴിഞ്ഞു. ഇനി ഇവിടെ നമ്മൾ പോവുകയാണ്. ഇനിയൊരു സ്ഥലമുണ്ട് ഇവിടെ കുറച്ച് ദൂരത്ത്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ കണ്ടോ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ടോ. വെട്ടി നിർത്തിയമാരെ നിൽക്കണം കേട്ടോ. ഓരോ ഡിസൈനിൽ അടിപൊളിയാണ് കാണാനായിട്ട്. ഈ പൈൻ ട്രീസേ കാണാൻ നല്ല ഭംഗിയാണ്. ദൂരെ നോക്കി കാണണ്ട. കൊടി ഫ്ലാഗ് വെച്ച മാതിരിയാണ് കാണണം. അപ്പോൾ ഇനിയുള്ള ഇവിടെ ഒരു സ്ഥലത്തോട്ട് പോവുകയാണ്. ഇവിടെ എന്തോ ഒരു സീക്രട്ട് ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സ്ഥലമുണ്ട്. അപ്പോൾ അതൊന്ന് പോയി കാണാമെന്ന് വെച്ച് പോവാണ്. ഏതായാലും ആ കാണാൻ കേട്ടോ സീക്രട്ട് ഫോറസ്റ്റ്. ആ കാണുന്ന ദൂരത്തൊരു കാട് പോലെ കാണുന്നുണ്ട്, അതാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടി പോവുകയാണ്. ഈ കാനിയോണിൻ്റെ അവിടെ ടിക്കറ്റ് ഒന്നും ഉണ്ടായില്ല. ഈ സീക്രട്ട് ഫോറസ്റ്റിൻ്റെ അവിടെ ടിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് എന്താണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാം, കാണിച്ചു തരാം എന്താണ് അവിടുത്തെ സീക്രട്ട് ഫോറസ്റ്റ്, അവിടെ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ ഒന്ന് മനസ്സിൽ പോയി കാണാമല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ടാ.
ഇതൊരു കുറച്ച് ചെറിയൊരു ഇതുള്ളൂ, അധികം നേരമൊന്നും ഇവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഡ്രൈവർ. കൂടി ഒരു 1 hour അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പോകും, ഷീലാങ്ങിലേക്ക് പോകും. ഇന്നത്തെ പരിപാടി ഇവിടുത്തെ കഴിഞ്ഞു. ഓൾമോസ്റ്റ് മെയിൻ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നാളെ ഗുവാഹട്ടിയിൽ ചെറുതായിട്ട് എന്തോ ബ്രഹ്മപുത്ര നദിയുടെ അവിടെ എന്തോ ഒരു റോപ്പ് വേ ഉണ്ട്, അതൊക്കെ ഒന്ന് കാണണം. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഏതോ ടെമ്പിളൊക്കെ ഉണ്ട്. ടെമ്പിൾ ചിലപ്പോഴേ പോവുള്ളൂ. ഇത് ഇവിടുത്തെ പാർക്കിങ്ങാണ് കേട്ടോ, ആ സീക്രട്ട് ഫോറസ്റ്റിൻ്റെ അവിടുത്തെ പാർക്കിങ്ങാണ്. ഇനി ഇവിടെ പോയി ടിക്കറ്റ് എടുക്കണം. ഇതവിടെ ബോർഡൊക്കെ എഴുതിച്ചിട്ടുണ്ട്. ഇതാ കാണുന്നതാണ് ഫോറസ്റ്റ്. അപ്പോൾ നമ്മളവിടെ പോയി ടിക്കറ്റ് എടുത്തപ്പോൾ 200 രൂപയാണ് ടിക്കറ്റ്. ആ ടിക്കറ്റ് എടുത്ത് കഴിയുമ്പോൾ അവരൊരു ഗൈഡിനെയും കൊടുക്കും. ആ ഗൈഡില്ലാണ്ട് നമുക്ക് അവിടെ പോയിട്ടൊന്നും കാണാനൊന്നും മനസ്സിലാക്കാനൊന്നും പറ്റില്ല. കാരണം ആര് വന്നാലും ഏത് ഗ്രൂപ്പ് വന്നാലും ഒരു ഗൈഡ് അവർ ആ ടിക്കറ്റ് എടുക്കുമ്പോൾ മസ്റ്റായിട്ട് കൊടുക്കൂട്ടാ. അല്ലാണ്ട് നമ്മൾ വെറുതെ പോയി നോക്കിയിട്ടൊന്നും മനസ്സിലാവില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നടക്കാണ്ട് അവിടെ നിന്ന് പാർക്കിങ്ങിൽ. നല്ല കാറ്റാണ്. ഈ കാണുന്നതാണ് കേട്ടോ, നേരെ കാണുന്നതാണ് ഈ ഫോറസ്റ്റ് എന്ന് പറഞ്ഞത്, സീക്രട്ട് ഫോറസ്റ്റ്. അത് നമ്മുടെ ഗൈഡും ഉണ്ട് കൂടെ. അതൊരു ചെറുപ്പക്കാരൻ, ചെറിയൊരു പയ്യനാണ്. അപ്പോൾ ഇതാണ് ഇവിടെ എന്തോ ഇതിൻ്റെ ഈ ഫോറസ്റ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വന്ന ആൾക്കാർ വായിക്കണം, എന്നിട്ട് അതിനെ പറ്റിയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഗൈഡ് ഇതിനെ പറ്റിയൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പോൾ അതെന്താണെന്നൊക്കെ ഒന്ന് നമുക്ക് കേൾക്കാം കേട്ടോ. Worship, huh? Okay. So before we enter inside the forest, you just read this one. After you just read this forest entrance, so I'll just brief you a little bit about this forest. ഈ ഗൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തവനാണ് കേട്ടോ. ഇവരെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഹിന്ദി അത്ര അറിയില്ല. ഇവരെന്നെ പറയണ കാസി ട്രൈബ് എന്നാണ് പറയണത്. പക്ഷെ അവൻ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാണ് നമുക്ക് കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ടൊന്ന് നമുക്ക് അതിനെ പറ്റി മനസ്സിലാക്കാം. പക്ഷേ ഈ ഫോറസ്റ്റിനകത്ത് നമുക്ക് വീഡിയോസും ഫോട്ടോ ഒന്നും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഫോട്ടോ ചില സ്ഥലം 1-2 സ്ഥലം ഉണ്ട്, അവിടെ എടുക്കാമെന്ന് പറഞ്ഞു. അത് ഏതാണെന്ന് അവൻ പറയാമെന്ന് പറഞ്ഞു. ഈ ബോർഡിലുള്ളതൊക്കെ ഒന്ന് വായിച്ച് ഫസ്റ്റ് മനസ്സിലാക്കിയതിനു ശേഷം പിന്നെ അവൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും കേട്ടോ. അവൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കും കേൾക്കാം. ഇവിടെ കല്ലുകളൊക്കെ ഇങ്ങനെ കുത്തി വെച്ച് നട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാം. പിന്നെ ഇതാണ് ഈ കാണുന്ന സ്ഥലമാണ് എൻട്രൻസ് ആണ്, ഉള്ളിലേക്ക് പോകാനുള്ള വഴി കേട്ടോ. ഇനി അവൻ പറയണതൊക്കെ നമുക്കൊന്ന് കയറ്റം വലിയ എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. അത് കാരണം ഉള്ളിലത്തെ വീഡിയോസൊന്നും ഇല്ല കേട്ടോ. ഫോട്ടോസ് പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇതിലിട്ടിട്ടില്ല വീഡിയോയിൽ. ഞാൻ പറഞ്ഞ് കേട്ട് മനസ്സിലാക്കുക അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഉള്ളിൽ നിന്ന് ഒരു സാധനങ്ങൾ എടുക്കാനും കൊണ്ടുവരാനും പാടില്ല അത്ര. നമ്മളവരറിയാണ്ട് വല്ല കല്ലുകളോ ഇലകളോ ചെടികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സുഖമില്ലാണ്ടാവും, നമ്മുടെ ഫാമിലിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റുന്നൊക്കെ പറയണം. അത് കാരണം ആരും ഒന്നും തൊടരുത്, എടുക്കരുതെന്നാണ് അവൻ പറഞ്ഞേക്കണം കേട്ടോ. അത് കാരണം നമ്മളൊന്നും തൊടാനും എടുക്കാനൊന്നും പോകണില്ല. അതുപോലെ വീഡിയോസൊന്നും എടുക്കണില്ല ഉള്ളിൽ, അതിനൊന്നും അലൗഡില്ല. അപ്പോൾ നിങ്ങൾ ഇനി ആ ചക്കൻ പറയണത് കേട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ മനസ്സിലാക്കട്ടെ ഈ ഫോറസ്റ്റിനെ പറ്റി. അത്രേ ഉള്ളൂ കേട്ടോ. Nowadays, if we are still practicing this ritual inside, I think for the visitors we don't allow. But nowadays this ritual has been shifted there. You see the hill over there? On top of that hill, we still perform this ritual till there, but not by the bull. Nowadays by the cock, a rooster or a hen. It's been a murga or a murgi like that. Okay? And this forest we known as the untouchable forest also. The meaning of untouchable, it doesn't mean that you cannot touch. You can touch what is there inside the forest, but remember that you cannot take anything from here. So if you take anything from this forest, so we the local guide, we cannot do anything for you, or we cannot take the responsibility. But we believe that the deity of the forest will give punishment directly for that person. It may be like kinds of a curse, it may be a bad luck, a disease, or a sickness like that. Okay. So inside the forest we have different varieties of trees, and there's a lot of medicinal trees. There's a ritual place, there's a preparation place, there's a landmark zones, etc. So inside the forest, videography is strictly prohibited. We don't allow to take video, only photos only. Even photos also, there are some part that we don't allow to take. Okay? പിന്നെ ഈ ഫോറസ്റ്റിനകത്ത് കുറേ രുദ്രാക്ഷത്തിൻ്റെ മരങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് കുറേ രുദ്രാക്ഷമൊക്കെ കൊണ്ടുവന്നവർ പുറത്ത് വെച്ചിട്ടുണ്ട്. ആ ഓരോ രുദ്രാക്ഷത്തിനും ഓരോ സ്പെഷ്യാലിറ്റി ഉണ്ട്. ഒരെണ്ണത്തിന് 1 മുഖം, 2 മുഖം, 3 മുഖം, 5 മുഖം, 7 മുഖം എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഈ വെള്ളത്തിലിട്ട് വെച്ചേക്കണേണ്ട എൻ്റെ കായൊക്കെ ഇട്ടിട്ട് കുരുവാണ് കാണുന്നത്. കണ്ടില്ലേ? ഇങ്ങനെയുള്ള ഒരു പ്രത്യേകതയുള്ള രുദ്രാക്ഷമൊക്കെയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ കേട്ടോ. ഇതോടുകൂടി ഈ വീഡിയോ നിർത്താണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ, ബൈ. മറക്കാണ്ട് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ നാളെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ചെറിയ വീഡിയോ കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് ട്രിപ്പ് തീരുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലങ്ങളാണ് ഇത്. മറക്കാണ്ട് നിങ്ങളുടെ ബഡ്ജറ്റിൽ പെടുത്താൽ ഈ നോർത്ത് ഈസ്റ്റ് ട്രിപ്പ് സമയം സന്ദർഭമൊക്കെ നോക്കി വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ.